സോ ഗൈസ് നമ്മളിന്ന് പോർക്ക് വെച്ചിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്നുള്ളത് കാണിച്ചുതരാം. ഒരു ഈസി പോർക്ക് ഡിഷാണ് ഗൈസ്. നമ്മൾ പോർക്ക് കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടുണ്ടായിരുന്നു, ഉപ്പും ഇട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ട് ഇത് വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 കിലോ കൂടുതൽ ഉണ്ട് പോർക്ക്. അപ്പോൾ ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് ഗൈസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെരിഞ്ചീരകവും പിന്നെ പെപ്പറിൻ്റെ പൗഡറാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് ചീഞ്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉള്ളിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. കാരണം പോർക്കിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട കാരണം ഇറച്ചിയിലേക്കുള്ള ഉപ്പ് നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. വൈസ് നമ്മുടെ ചുവന്നുള്ളി സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. മറ്റോളം ബ്രൗണിഷ് കളറൊന്നും കയറണ്ട. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഒരു പോർക്കിൻ്റെ കണക്കിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കൊക്കെ നമുക്ക് ചെയ്യാം. ഇനി ഇതിപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വയ്ക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇനിയൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പോർക്കും കൂടി ഇട്ടിട്ട് സെറ്റാക്കാം. ഗൈസ് നമ്മുടെ ചുവന്നുള്ളിയും ചില്ലി ഫ്ലേക്സ് ഇട്ടൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പോർക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം പറ്റിയത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചില്ലി ഫ്ലേക്സും ലേക്ക് നമ്മുടെ പോർക്ക് ഇട്ടിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, അധികം ഇട്ടിട്ട് എരിവാക്കണ്ട. പിന്നെ നമുക്ക് പെരിഞ്ചീരകമാണ് ഇടാനുള്ളത്. അത് എത്ര വേണ്ടി വരും? 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റാവും. ഒരു 5 മിനിറ്റും കൂടി വെച്ച് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. 5 മിനിറ്റ് ആയതുകൊണ്ട് നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മുടെ അടിപൊളി പോർക്ക്, ഇതിനെന്താ പേര് വിളിക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈസി ടു മേക്ക് പോർക്ക് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സോ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ പോർക്ക് റോസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഒരു പീസ് കഴിച്ചാൽ പൊളിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ എന്തായാലും ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. സോ നമ്മളൊരു പീസ് ഇങ്ങനെ എടുക്കാം. നല്ല സോഫ്റ്റായി വന്നു നമ്മൾ കുക്കറിലിട്ട് അടിച്ചുകൊണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സും പെപ്പറും കൂടിയൊരു മിക്സ്ചറും നമ്മുടെ ചുവന്നുള്ളിയുടെ നീരവും പെരിഞ്ചീരകത്തിൻ്റെ കുറച്ചൊരു ഫ്ലേവറൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടണുള്ളൂ, പക്ഷേ ടേസ്റ്റിൽ ഒരു കുറവുമില്ല. കിടിലൻ സാധനമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഡു ട്രൈ ഇറ്റ്. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് പോർക്ക് റോസ്റ്റ്. പോർക്ക് റോസ്റ്റ് എന്ന് പേരിടാം, വെറുതെ ഇരിക്കട്ടെ. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു ഡിഷുമായി വരുന്ന എല്ലാവർക്കും ബൈ.